ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ തണ്ടും ചേമ്പിലയും കൊണ്ട് ഒരു താളുകറിയാണ്. കഴിഞ്ഞ ദിവസം ചേമ്പില അപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണാം. കാർട്ടിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ താളുകറിയാണ്. ചേമ്പിൻ തണ്ട് യൂസ് ചെയ്തും അതിൻ്റെ ചേമ്പിലയുടെ നല്ല കിളുന്ത് ഇലയെടുത്തിട്ടാണ് താളുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തത് നമുക്ക് താളുകറിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഇതുപോലെ കണ്ടോ, ചേമ്പിൻ തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചേമ്പിൽ, നല്ല കിളുന്ത് ചേമ്പിൽ നോക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ നാരിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ എന്നിട്ട് നാര് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായി അരിയണം. അടുത്തതായി നമ്മുടെ ചേമ്പില നല്ല ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം ചെറുതാക്കണ്ട, ജസ്റ്റ് ഒന്ന് പിച്ചിക്കീറി എടുത്താൽ മതി. ഇതുണ്ടോ, ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ അതിന് ശേഷം നമ്മുടെ ചേമ്പിൻ തണ്ടും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുക്കുക കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട്. അതിനുശേഷം അടുത്തതായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാരണ പച്ചമുളകും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്, പുളിക്ക് വേണ്ടിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തില്ലായിരുന്നു പുളി, ചേമ്പിലാപ്പത്തിന്. ആ പുളിയായാലും മതി. നമുക്ക് അമ്പഴങ്ങയും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ അരമുറി തേങ്ങയിൽ നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങ അതാണ് എടുത്തിട്ടുള്ളത്. ചേമ്പിൻ തണ്ടൊക്കെ നല്ലോണം കഴുകി നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്നും നല്ലോണം ഒതുങ്ങിയതിന് ശേഷം മാത്രം ഇതിൻ്റെ മസാലകളും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. ഇത് പതുക്കെ നല്ലോണം ഒതുങ്ങി കിട്ടും. നല്ല വെന്ത് വരുമ്പോൾ നല്ല കുറച്ചാവും. ഇത് കുറച്ച് വെന്ത് വരുമ്പോൾ താഴത്തോട്ട് പോകണമുണ്ട്. നല്ലോണം വെന്താകുമ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ ഓരോ മസാലാസ് ആഡ് ചെയ്താൽ മതി. കണ്ടോ, നല്ലോണം ഒതുങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അത് ആഡ് ചെയ്യുക. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരുന്ന അമ്പഴങ്ങ 2 എടുത്തായിരുന്നു. നമുക്ക് ഒരെണ്ണം മതിയാവും, നല്ല പുളിയുണ്ട്. അതുകൊണ്ട് ഒരു അമ്പഴങ്ങ മതി. അതൊന്ന് നൈസായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം കറിയിലോട്ട് ആഡ് ചെയ്യുക. നല്ലോണം ഒതുങ്ങിയതിന് ശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക. ഗ്യാസ് സിമ്മിലിട്ട് നല്ലോണം ഒന്ന് ഒതുങ്ങി നല്ലോണം ഒന്ന് വെന്തിന് നമ്മൾ കാന്താരിമുളകും അമ്പഴങ്ങ കറിക്കൊക്കെ ഒന്ന് നല്ലോണം കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന തേങ്ങയില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ താളുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ മഴക്കാലത്ത് നമുക്ക് ചേമ്പില കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുമല്ലാതെ നമ്മുടെ ഈ കർക്കിടക മാസത്ത് വളരെ ഔഷധമൂല്യമുള്ളൊരു ഇലയാണ് നമ്മുടെ ചേമ്പില. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.